ഹലോ. അപ്പോൾ നമുക്കൊരു ചെറിയൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ നിന്നൊരു റീടെസ്റ്റ് ചെയ്ത് നമുക്ക് ഡൗണിലേക്ക് പോകും എന്നുള്ളൊരു വ്യൂ ആണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചെറിയൊരു വ്യൂ ആണ്. അപ്പോൾ മോർണിംഗ് ചെറിയൊരു മിസ്സായിട്ടുണ്ടായിരുന്നു, എൻട്രികൾ എനിക്ക് മിസ്സായതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് താഴേക്കിട്ട് വരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഒരു വ്യൂ സെറ്റാക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം എപ്പം പോലെ തന്നെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻട്രി എടുക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിഫ്റ്റിയിലാണ് ഞാൻ എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഏകദേശം ഡൗണിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നിഫ്റ്റിയിൽ ഒന്നുകൂടെ ചെറുതായിട്ടൊരു ഡൗൺ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇന്നൊരു ഓപ്പണിംഗ് റേഞ്ചിലേക്ക് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓപ്പണിംഗ് ലോ വരുന്ന ഒരു സാധ്യത കൊണ്ടാണ് ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റേഞ്ച് വരെയെങ്കിലും മിനിമം പോവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ ലോ പോവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിനിമം അതുവരെയെങ്കിലും പോവുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി അപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു എങ്ങനെയാണ് ക്ലോസിങ് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ റേഞ്ചിൽ നമുക്ക് എൻട്രി എടുക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നലത്തെ എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വരേണ്ടതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്ലാന് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഞാൻ ഇറങ്ങി വന്നു. അതിനുശേഷം പിന്നെ വീണ്ടും അത് മാർക്കറ്റ് ഡൗണിൽ തന്നെ പോയി. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ഇന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് ചെറിയൊരു നല്ലൊരു രീതിയിൽ അപ്പ് കിട്ടിയിട്ട് വീണ്ടും ഡൗണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം നല്ല രീതിയിൽ CPR റേഞ്ചിൽ വന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. CPR ബ്രേക്ക് ചെയ്യുന്ന പോലെയുണ്ട്. 15 മിനിറ്റ്സിലൊക്കെ ബ്രേക്ക് ചെയ്ത് പോകുന്ന പോലെയാണ് ആ ഒരു വ്യൂ ആണ് കാണുന്നത്. മൂവിങ് ആവറേജിലൊക്കെ തട്ടി കറക്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വ്യൂ ഇന്നത്തെ ഒരു ലോണിൻ്റെ ആ റേഞ്ച് വരെ ഞാനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണുള്ളത്. അല്ലെങ്കിൽ ഇന്നലെ ചെറിയൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ അത് എന്തായാലും ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവും. അതിന് ശേഷം ചെറിയൊരു നല്ലൊരു മൂവ്മെൻറ്റ്, അതായത് ഒരു 10 പോയിൻറ്റ്സ് നിഫ്റ്റിയിൽ അതുകൊണ്ട് ഒരു 10 പോയിൻറ്റ്സ് ഒക്കെ മേലെ വന്നു കഴിഞ്ഞ് ഞാൻ എന്തായാലും എൻ്റെ ഒരു എൻട്രി പോയിൻറ്റിൽ തന്നെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും എൻട്രി എടുത്തിട്ട് വിടാം. അപ്പോൾ എന്തായാലും ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു 21,700 ഒരു പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു വെയിറ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന പോലെ നമുക്ക് നോക്കാം. അപ്പോൾ എടുത്ത ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എൻട്രി ആയിരുന്നു. പക്കാ എൻട്രി തന്നെയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് കിട്ടണം, നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നമ്മൾ ടാർഗറ്റിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർ എൻട്രി തന്നെയായിരിക്കും. അപ്പോൾ എൻട്രി എടുത്ത് എന്തായാലും നൈസൊരു എൻട്രി തന്നെയാണ്. അപ്പോൾ ഇനി അത് ടാർഗറ്റ് എത്തുമോ അതോ വീണ്ടും അത് നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് എത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് എന്തായാലും പ്ലാൻ ചെയ്യാം. എന്തായാലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം കുഴപ്പമില്ലാത്ത എൻട്രി ആയതുകൊണ്ട് കണ്ടോ കറക്റ്റായിട്ട് പ്രീമിയത്തിൽ തന്നെ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 5 to 10 പോയിൻറ്റ്സ് അടുത്തോളം നമുക്ക് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞു. ആൾറെഡി എടുത്തതും വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രീമിയത്തിൽ മാറ്റം വരുന്നതിന് മുന്നേ കറക്റ്റായിട്ട് എൻട്രി എടുത്തുകൊണ്ടാണ് ആ ഒരു ഇത് കിട്ടിയിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വെയിറ്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ 15 മിനിറ്റ്സിൽ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ ആണ് എനിക്കൊരു പ്ലാൻ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊരു എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്കറ്റ് പോകേണ്ടതാണെങ്കിൽ എപ്പോഴോ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ചെറിയൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു എൻട്രി എടുത്ത പ്രൈസ് കിട്ടുകയാണെങ്കിൽ എക്സിറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ റിവേഴ്സിൽ തന്നെയാണ് പോകുന്നത് കാണാം. അപ്പോൾ എന്തായാലും ഒരു എൻട്രി പോയിന്റിൽ കിട്ടുകയാണെങ്കിൽ ഒന്ന് എക്സിറ്റ് ആക്കി വിടായിരുന്നു. എക്സിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എൻട്രി പോയിന്റിൽ തന്നെയാണ് ചെറുതായി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ റിവേഴ്സിൽ പോകാനുള്ളൊരു ഇതാണ് ഉള്ളത്, വ്യൂ ആണ് ഉള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്ത് 15 മിനിറ്റ്സ് ക്യാൻഡിൽ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് ഇവിടെ നിന്നൊരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു ലക്ഷണമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ട്രെൻഡ് റിവേഴ്സലിന് ഒരു എൻട്രി എടുക്കുന്നൊന്നുമില്ല. ഞാൻ ഒരു എൻട്രി എടുത്തു, അത് മിസ്റ്റേക്കായി അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി വേറൊരു എൻട്രി പ്ലാൻ ചെയ്ത് ഇനി അതിനനുസരിച്ച് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നൊരു നല്ല രീതിയിൽ ട്രെൻഡ് റിവേഴ്സലാണ് എനിക്ക് വൃത്തിയായി കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻട്രി എക്സിറ്റ് ആയിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻട്രി പോയിന്റിൽ തന്നെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ പോലെ ആണ് ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് എന്തായാലും മാർക്കറ്റ് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ ഡൗണിലേക്ക് പോവുകയാണെങ്കിലും കുഴപ്പമില്ല, ഡൗണിൽ പോകട്ടെ. അല്ലെങ്കിൽ മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്കിപ്പായി പോയ പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഇന്നത്തെ ഹൈയിലേക്ക് മാർക്കറ്റ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ചാൽ ഡൗൺ ഇന്നത്തെ ലോയിലേക്ക് വന്നിട്ട് ട്രേഡ് ഇറങ്ങാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവിടെ നല്ല രീതിയിൽ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ 15 മിനിറ്റ്സിൽ നല്ല റിവേഴ്സിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഹൈയിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് വീണ്ടും താഴേക്ക് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു റീസൺ ഉണ്ടായിരുന്നത്, കറക്റ്റായിട്ടുള്ള റിവേഴ്സിൽ കണ്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻട്രി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നാളെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം.